ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഗാർഡൻ ഫ്രഷ് അല്ലേ? ഒറിജിനൽ ശരിക്കും പറഞ്ഞാൽ ഗാർഡൻ ഫ്രഷ് ഇതല്ലേ? നമസ്കാരം, ഞാൻ ഹീന സുബീർ. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. അപ്പോൾ ഈ ക്ലാസ് എടുത്ത് തന്ന കണ്ണാടൻ സാറിനും പിന്നെ എല്ലാം ഒരുക്കി തന്ന ഹരിയേട്ടനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഈ ഫീൽഡ് വിസിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ തിയറിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. Coming to this practical knowledge, we feel it's not too much complicated. It's like nice. It's not too much complicated. It's easy. So വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. നമസ്കാരം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പെരിയ ക്യാമ്പസിലെ ബയോളജി വിഭാഗം കുട്ടികളാണ് ഇന്ന് എൻ്റെ തേനീച്ച കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വിശദമായുള്ള ക്ലാസ് എൻ്റെ ഗുരുനാഥൻ കൂടിയായ കരുണാകരൻ മാഷ് നടത്തുകയാണ്. അപ്പോൾ തേനീച്ചയെക്കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് തേനീച്ചയെക്കുറിച്ച് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരാനുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മലയാളം അല്ലാത്ത കുട്ടികൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ഭാഷകളിലും ഇതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുക. വിശദമായ ഒരു തേനീച്ചയെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. You are 14 or 18? 16? How many of you? 13. Do one thing. Some here and some other here. Not in French. This side. Come close. Yes. The others will be staying there. നിനക്കും കൈക്ക് വേണ്ടേ? വേണ്ടല്ലേ? ഞാൻ ഒരു കൈക്ക് വെറുതെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മുമ്പിൽ കുട്ടികൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കണ്ട, ഈ സൈഡിൽ നിന്നോ. എന്താ വെച്ചാൽ ഇവർ വേഗം ആദ്യം വരുന്ന ഫ്രണ്ടിലേക്കല്ലേ. ഫ്രണ്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും കുറച്ച് അവർക്ക് അസൗകര്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കുത്തൂല. നിങ്ങളെ ഇഷ്ടമല്ലാതെ വന്നാൽ എങ്ങനെ? വേണ്ട വേണ്ട വേണ്ട. അല്ല, നിങ്ങളെ കുത്തൂല കേട്ടോ. നിങ്ങളെ കുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അവർ വന്നാൽ ഞാൻ തുറന്നാൽ യാതൊരു കാരണവശാലും അവരെ ശല്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. നടുക്കുമോ മതിയല്ലോ അല്ലേ? അല്ല, മേലെ എത്താൻ മതിയോ? ഇത് എടുക്കുമ്പോ കണ്ടോ ഒരു ഇതുപോലെ ബലം പിടിച്ചിട്ട് അവരെന്ത് ഈ അടക്കാത്ത തേൻ എടുക്കാൻ പാടില്ല. അടക്കാത്ത തേൻ എടുക്കാൻ പാടില്ല വെച്ചാൽ അത് പിന്നെ ലാസ്റ്റ് ചെയ്യാൻ എത്ര നാളും സൂക്ഷിക്കാവുന്ന. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഭയക്കാൻ നോക്കിയാ ഇതാ അടക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇത് പ്രിപ്പറേഷൻ മാക്സിമം ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് സാധാരണഗതിയിൽ അത് കംപ്ലീറ്റ് അടച്ചിട്ടുണ്ടാവും. ഇപ്പൊ തേന്റെ സീസൺ ലാസ്റ്റായി പോയി. ഒരു 2 ആഴ്ച മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ക്ലോസ്ഡാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ആ സമയത്ത് നിറയെ തേനാണ്. ഇപ്പൊ കാണുന്നില്ല? തേൻ കാണുന്നില്ലേ? തേൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തരാം ഒരു പീസ് അല്ലേ? അല്ല, നിങ്ങൾ പിന്നെ ഇങ്ങനെ ആസച്ച് കണ്ടിട്ടും ഉണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല. എന്താ ഇത് കൊടയട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് മാറിയിക്കണം. നമ്മളെ തേൻ എടുക്കാൻ പോവാന്ന്, അതുകൊണ്ട് കുറച്ചും കൂടെ കടി കിട്ടൂല. ലൈനിലേക്ക് ഒന്ന് കുടിച്ചോ. ഉണ്ട്, അമ്മ എടുത്തിട്ടുണ്ട്.
ഇത് സാധാരണ ഇപ്പം ഞാനിപ്പോൾ ആ ഹോൾസ് ചെയ്തതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോളം ശരിക്ക് കട്ടയിട്ട് അതിനെ മുഴുവനും ശരിയാക്കും. ഇതാക്കി കഴിഞ്ഞാൽ ഇത് ഇല്ല, ബാക്കിയെല്ലാം എടുത്തോ. എടുക്കാം ഒന്ന് എടുത്തിട്ട്. ഇല്ല, ഇത് കുറച്ചും കൂടെ വേറെ അടച്ചിട്ട് കണ്ടില്ലേ? ഇല്ല, അടച്ചത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന ഇതാണ്. മനസ്സിലായില്ലേ? അടച്ചത് തന്നെ എടുക്കുക എന്നാണ് നമ്മുടെ സിസ്റ്റം. അതന്നെ അവര് മാക്സിമം പ്രിപ്പയർ ചെയ്തു എന്നർത്ഥം. ഇതെന്ത് ചെയ്യണമെന്ന് ഇതെന്ത് ചെയ്യുന്ന ഇതാ ഇതിനകത്തുള്ള തേനൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാക്ട് എടുക്കുമ്പോൾ സൈഡിലേക്ക് ഇത് കണ്ടില്ലേ, വളരെ ക്ലിയർ ആയിട്ട് കണ്ടില്ലേ? യെസ്, എടുത്തോ, പിടിച്ചോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഗാർഡൻ ഫ്രഷ് അല്ലേ? ഒറിജിനൽ ശരിക്കും പറഞ്ഞാൽ ഗാർഡൻ ഫ്രഷ് ഇതല്ലേ? നമ്മ എത്ര എണ്ണം എടുക്കാൻ വിചാരിച്ചതിന് അത് ക്ലിയർ ആയി. അതിൽ ഇനി തേൻ്റെ ഇതേ ഉണ്ടാവില്ല. ഇത് അവർക്ക് അടുത്ത പ്രാവശ്യം കളക്ട് ചെയ്യാൻ അവരുണ്ടാക്കണ്ടേ? അവരുണ്ടാക്കിയത് അവർക്ക് വീണ്ടും അത് കൊടുത്തു, അവർക്ക് ജോലി കൊടുത്തു. ഇതിലുണ്ട്, ഇത് താഴോട്ട് വീഴുന്നു. ഞാൻ ഇടവക്കാം, എന്നാല് അത് നിരങ്ങുന്നു. സീസൺ കുറച്ച് കഴിഞ്ഞോണ്ട് വരുന്നുണ്ട്. ഇതും പറഞ്ഞല്ലേ? പോക എന്റെ കണ്ണിലേക്കല്ലേ വരുന്നത്. ഇല്ല, അതിലില്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ കുറച്ചൊന്നും എടുക്കാം. ഇതിലുണ്ട്. പിന്നെ ഇതും വെച്ചോ. ശരി. ഇപ്പൊ ഇതിന്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ കാണും. നമ്മൾ കൈ കൊണ്ട് ഹണി തൊടുന്നേ ഇല്ല. ഇവിടുന്ന് കിട്ടുന്ന ഹണി നേരെ അയലത്തേക്ക് വന്നു, അയലിൽ നിന്ന് നേരെ നമ്മൾ അരിച്ചിട്ട് ബോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കൈ കൊണ്ട് തൊടുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇമ്പ്യൂരിറ്റി അതിലില്ല. പിന്നെ ചെറിയ പിന്നെ അത് ഞാൻ പിന്നെ ക്ലാസ്സിൽ നിന്ന് പറയാം. പുഴുവും ബാക്കി ശല്യമില്ല. അതെല്ലാം താഴെയാന്നുള്ളത്, കുഞ്ഞുങ്ങളെല്ലാം താഴെയാന്നുള്ളത്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ബ്രൂഡ് ചേംബർ ഈസ് അണ്ടർനീത്ത്. ഒരിക്കലും കൂടെ പുകയിട്ടോ എന്റെ കൈ, ഞാൻ ഫ്രീ അല്ലേ, അതുകൊണ്ട്. താഴെ 6 ഉണ്ട് കണ്ടോ? നേരത്തെ മേലെയുള്ള 4 തേൻ വെക്കാനുള്ള സൗകര്യത്തിന് 4 വെച്ചിട്ടുള്ളൂ. താഴെയാണെങ്കിൽ 6 ഉണ്ട്. അതിൽ നിറയിച്ചുണ്ട്. മേലോട്ട് തേനുണ്ടാകുമ്പോൾ മേലെ കൊണ്ടാക്കും, താഴെ വെക്കൂല. തേൻ മേലെ വെക്കൂ. പുറത്ത് വരുന്ന കയ്യിൽ താഴെ ഹോളല്ലേ. പിന്നെ ധാരാളം കുഞ്ഞുങ്ങളുള്ള സമയത്ത് നമ്മൾ ഇതിന്റെ ഇടയിൽ ഓരോരോ വടി വെക്കും. അപ്പോൾ ഇടയ്ക്ക് എല്ലായിടത്തും കയറി വരാൻ പറ്റും. ധാരാളം തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ സീസൺ കഴിഞ്ഞു പോയി. ഇപ്പൊ അങ്ങനെ എടുക്കണമെങ്കിൽ ഞാൻ ഇത് വെക്കണം. ഒന്നെടുക്കാം അല്ലേ? അല്ല, ഇതായിട്ടുണ്ട്, കൂട്ടിച്ചേർന്നിട്ടുണ്ട്. ഈ കത്തി ഈനാണ് കൂട്ടിച്ചേർന്ന് പോയതൊക്കെ. ഇവരൊക്കെ എന്താ കഴിഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലും ഒന്നും തൊടാറായിട്ടുണ്ടെങ്കിൽ അവരെ അന്യോന്യം കൂട്ടി യോജിപ്പിക്കും. യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മ എടുക്കുമ്പോൾ അസൗകര്യമായിരിക്കും. ഇനി മല്ല എടുത്തോ. ഇപ്പൊ കണ്ടോ? ഇതാ ഏതെങ്കിലും ഒന്നെടുത്തോ. ഞാൻ എടുത്തു തരാം. ഞാൻ ഇങ്ങനെ പൊക്കിത്തരാം. വന്നോ. അത് അതിനകത്ത് കുഞ്ഞുങ്ങളെ കാണും നിങ്ങൾ. അതിനകത്ത് അടച്ചിട്ട് കാണുന്ന മുഴുവൻ കുഞ്ഞുങ്ങളാണ്. ബേബീസ്. അതായത് പ്യൂപ്പ. ഫുൾ ഇതെല്ലാം അത് വർക്കേഴ്സ് കണ്ടോ? ഓൾ ദീസ് ആർ വർക്കേഴ്സ്. സം ബ്ലാക്ക് ones you will see. They will be males, drones. Yes, മതി.
അത് വേറൊന്നും എടുത്തുമ്പോൾ കാണിച്ചു കൊടുക്കാം. റാണീനെ കിട്ടൂല, റാണീനെ ഇപ്പൊ കാണാൻ പറ്റൂല. എന്തുകൊണ്ട് വെച്ചാല് ക്യൂൻ വിൽ ബി നോട്ട് അവൈലബിൾ ബിക്കോസ് സോ മെനി. ഇത് ഞാൻ പറയുന്നത് ഞാൻ അടാന്നാണ്. ആ അട 5-6 നമ്മൾ ഒന്നെടുക്കുമ്പോൾ മറ്റേലേക്ക് പോകും. റാണി വളരെ സെക്യൂർ ആയിട്ട് അവര് സൂക്ഷിക്കുന്ന ആളാണ്. അത് സാമാന്യേന നല്ല ഫ്രഷ് അടയിലാണ് ഉണ്ടാവുക. ഇതിലെല്ലാം കുറച്ചും കൂടെ പുതിയ അടയില. ഇപ്പൊ ഇതെല്ലാം പഴയതാണ്. അപ്പൊ ഇതിപ്പോ ഏടിയാവാം. പിന്നെ വളരെ ഫോർച്ചുനേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇതിനകത്ത് നോക്ക്, ഇതിനകത്ത് കുറച്ചും കൂടെ ബൾജ് ചെയ്ത് പുറത്തേക്ക് കാണുന്ന മുട്ട. നീ വിട്ടോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ മുട്ട കാണുന്നുണ്ടല്ലോ, അതെല്ലാം ഡ്രോൺസ് ആണ്. അതെല്ലാം മെയിൽസ് ആയിട്ട് പുറത്തു വരുന്നതാണ്. അതെങ്ങനെ മെയിൽസ് പുറത്തു വരുന്നതെന്നില്ല ഞാൻ ക്ലാസ്സിൽ പറയാം. പിന്നെ റാണി മുട്ടയാണെങ്കിൽ ഇതിന് ഇപ്പുറത്തുണ്ട്. ഡ്രോൺസിനെ കണ്ടോ ഓരോന്ന്. ഇതിലാണ് വളരെ വ്യക്തം. റാണി മുട്ടയാണെങ്കിൽ റാണി മുട്ട ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അത് ആണെങ്കിൽ എഡ്ജിൽ താഴോട്ടേ ഉണ്ടാവും, താഴെ തൂങ്ങിയിട്ടുണ്ടാവും. ഇതാ ഇനി ഇത് മല്ല വെച്ചോര്. ഓ ആ ഇത്ര മതി, ഇത്ര മതി. എന്റെ പുറകിൽ വന്നു. ഇതാണ് അടച്ചു. ഞാൻ ഈ കൈ കൊണ്ട് പിടിക്കാം. അപ്പോഴല്ലേ വന്നോ കം അതിലൂടെ വന്നോ, പിറകിലൂടെ വരും. എന്താ വെച്ചാൽ നമ്മള് വേണ്ടത്ര സെക്യൂർ ആയാൽ അത് ഓട്ടോൺ എടുക്കും. എന്തെന്നാ മീന എവിടെ? പത്തനംതിട്ടയെല്ലാം തേന്റെ നാട്. ഇതാ കണ്ട, ഇതില് അടച്ച് ഇതാ വലിയതായിട്ട് കണ്ട ഇവിടെ. ഇവരെല്ലാം ഡ്രോൺസ് ആണ്. ഇനിയിപ്പോ